ഉദയനിധി സ്റ്റാലിനും ഒപ്പം സെന്തിൽ ബാലാജിയും അടക്കമുള്ളവർ മോർച്ചറിക്ക് പുറത്ത് ബന്ധുക്കളോട് സംസാരിക്കുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുന്നു. 26 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതിനോടകം പൂർത്തിയായി എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കൂടുതൽ പേരുടെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരേ സമയം 4 പേരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. 26 പേരുടെ ദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായ മുറയ്ക്ക് അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾക്കായി. വാക്കുകൾക്കോ ഭാഷയ്ക്കോ ഇടമില്ലാത്ത സന്ദർഭമാണ്. സങ്കടത്തിന് ഭാഷയില്ല, മറ്റൊന്നുമില്ല. ഉദയനിധി സ്റ്റാലിൻ്റെ കൈ പിടിച്ച് തേങ്ങുന്ന കാഴ്ചയാണ്. ആ തേങ്ങലുകൾ മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത്. പതിനായിരം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ച ചടങ്ങിലേക്ക് 25,000-ലേറെ പേരെത്തിയിട്ടുണ്ടാവണമെന്നാണ് പറയുന്നത്. കൃത്യമായ കണക്ക് ലഭ്യമല്ല ഈ ഘട്ടത്തിൽ. പ്രാഥമികമായ ചില വിലയിരുത്തലുകൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അത്രയും അധികം ആൾക്കാർ തടിച്ചുകൂടിയപ്പോഴുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് ഇത്രയധികം ജീവനുകൾ. ഗൂഗിൾ US ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. ഗൂഗിൾ ഉദയനിധി സ്റ്റാലിൻ ബന്ധുക്കളോട് സംസാരിച്ചു. ഇനി തുടർന്ന് എങ്ങോട്ടേക്കാണ്? പരിക്കേറ്റവരെ കാണാനാണോ? അത് അദ്ദേഹം അതിനുശേഷം പരിക്കേറ്റവരെ കൂടി കാണുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും അദ്ദേഹം ബന്ധുക്കളുമായി സംസാരിച്ചതിനു ശേഷം ഈ മോർച്ചറിയിലെത്തുകയും അവിടെ ഉള്ള ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം മടങ്ങുകയാണ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നു. മോർച്ചറിയുടെ മുന്നിൽ നിന്ന് മടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ കാഷ്വാലിറ്റിയിൽ കാണാനുള്ള സാധ്യത കൂടിയുണ്ട്. സ്റ്റാലിൻ അത്തരത്തിലാണ് ചെയ്തത്. അദ്ദേഹം ആദ്യം മോർച്ചറിക്ക് മുന്നിലെത്തുകയും അതിനുശേഷം അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം നേരെ പോയത് പിന്നീട് കാഷ്വാലിറ്റിയിലുള്ള പരിക്കേറ്റവരെ കാണുകയായിരുന്നു. അതിനുശേഷം ആണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇവിടെ അദ്ദേഹം ഇവിടെ ഈ മോർച്ചറിക്ക് മുന്നിൽ പ്രതികരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും പ്രതികരിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. ഇപ്പോൾ ഏതായാലും അദ്ദേഹം അന്തിമോപചാരത്തിന് ശേഷം വരികയാണ്. അപ്പോൾ തന്നെ തുടക്കത്തിൽ എന്നിട്ട് അതിനുശേഷം മടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദയനിധി സ്റ്റാലിൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. സെന്തിൽ ബാലാജിയും ഉദയനിധി സ്റ്റാലിനും അടക്കമുള്ള വിവിധ നേതാക്കളാണ് ഇന്ന് ആശുപത്രിയിലേക്ക് എത്തി ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷം പോകുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, പ്രായമായവർ, യുവാക്കൾ, അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള മനുഷ്യരടക്കം നിരവധി പേർ ആ ചടങ്ങിലേക്ക് എത്തിയിരുന്നു. ആ ആൾക്കൂട്ടത്തിലേക്ക് എത്തിയിരുന്നു. പലരും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വിജയമൊന്ന് ഒരു നോക്ക് കാണാനെത്തിയവർ, രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിച്ചെത്തിയ കുറച്ച് മനുഷ്യർ, ഇതിലൊക്കെ അപ്പുറം പ്രിയപ്പെട്ട നടൻ, നിരവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച നടനെ ഒന്ന് കാണാനെത്തിയവർ, അങ്ങനെയുള്ളവർക്കാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട ജീവൻ പൊലിഞ്ഞത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, പരിക്കുകൾ ഒക്കെ പറ്റിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് എത്തിയതാണ്.
എത്തുമെന്ന് അറിയിച്ചതിൽ നിന്നും 7 മണിക്കൂർ വൈകിയാണ് വിജയ് അവിടെ എത്തിയത്. ഇത് അപകടത്തിന് കാരണമായി എന്ന് പറയപ്പെടുന്നു. അത് ഒരു ഘടകം മാത്രമാണ്. ഇത്രയധികം തിരക്ക് ഈ 7 മണിക്കൂറിൽ രൂപപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അതിനനുസരിച്ച് വിവേചനാധികാരം ഉപയോഗിച്ചില്ല? എന്തുകൊണ്ടത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല? ദീർഘവീക്ഷണം ഉണ്ടായില്ല? അത് മറ്റൊരു ഘടകമാണ്. ഇത്രയധികം ആൾക്കാർ എത്തുമെന്ന് എന്തുകൊണ്ട് നേരത്തെ കൂട്ടി ചിന്തിച്ച് അതിനനുസരിച്ചൊരു ഇടം നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നതൊരു ഘടകമാണ്. മറ്റൊന്ന്, ഇത്രയധികം ആൾക്കാർ വരുന്ന ഒരു ചടങ്ങ് ഈ സ്ഥലം പോരാ എന്ന് പറയാനോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് സംഘടിപ്പിച്ചാൽ സുരക്ഷാ കാരണങ്ങൾ ഉണ്ടാകുമെന്നോ എന്തുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് TVKയുമായി ബന്ധപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാകാതെ പോയി, വിജയ് അടക്കമുള്ളവർക്ക് മനസ്സിലാകാതെ പോയി. അതിൽ സുരക്ഷാ വീഴ്ചയില്ലേ എന്നത് മറ്റൊരു ഘടകം.